US വിറപ്പിച്ച കാട്ടുതീയുടെ കെടുതി ഒടുങ്ങിയിട്ടില്ല. ദിവസങ്ങളോളം നീണ്ടുനിന്ന തീ ലോസ് ഏഞ്ചൽസിനെയും കാലിഫോർണിയയും കവർന്ന് ന്യൂയോർക്കിലേക്കും വ്യാപിച്ചിരുന്നു. കാട്ടുതീയുടെ തീവ്രത കുറഞ്ഞെങ്കിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ദുരന്തമേൽപ്പിച്ച ആഘാതം ദീർഘനാൾ നീണ്ടുനിൽക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. തീപിടുത്തം മൂലമുണ്ടായ പുകയും ചാരവും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. വെറും തീപിടുത്തമല്ല ഉണ്ടായത്, ആയിരക്കണക്കിന് വീടുകളാണ് തീ വിഴുങ്ങിയത്. വീട്ടുപകരണങ്ങൾ, പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ എന്നിവ കത്തിയ പുക ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീ അടങ്ങിയതോടെ താമസ സ്ഥലത്തേക്ക് മടങ്ങാൻ അധികൃതർ അനുമതി നൽകിയിരുന്നു. എന്നാൽ മടങ്ങിയെത്തുന്ന താമസക്കാർക്കായി പരിമിതമായ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ മാത്രമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന വിമർശനമാണുള്ളത്. തീ അടങ്ങിയതോടെ താമസക്കാരെ മടങ്ങിയെത്താൻ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പുക പൂർണ്ണമായി അടങ്ങിയിട്ടില്ല. N95 മാസ്ക് ധരിച്ചാണ് പലരും മടങ്ങിയെത്തിയത്. കൂടുതൽ സംരക്ഷണം ലഭിക്കുന്നതിനായി പലരും കൈയുറകൾ, കണ്ണടകൾ, രാസവസ്തുക്കളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഉപയോഗിക്കുന്ന റെസ്പിറേറ്റർ മാസ്ക്, ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ എന്നിവ ധരിച്ചാണ് നിൽക്കുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ അരമണിക്കൂർ ചെലവഴിച്ചപ്പോഴേക്കും കണ്ണുകളിൽ വെള്ളം നിറയാൻ തുടങ്ങിയെന്നും മൂക്കിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടുവെന്നുമാണ് കാലിഫോർണിയ സർവകലാശാലയിലെ പൾമനോളജിസ്റ്റ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ശരീരം മുഴുവൻ ചൊറിയാൻ തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു. തീപിടുത്തത്തിൽ കത്തി നശിച്ച വസ്തുക്കൾ സാധാരണ പുകയേക്കാൾ കൂടുതൽ അപകടകാരിയായി മാറുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ദുരന്തബാധിത മേഖലയിലേക്ക് മടങ്ങിയെത്തുന്നവർ ഏറെ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കാട്ടുതീയുടെ പുകയും ചാരവും ആരോഗ്യത്തിന് അപകടകരമാണ്. മരങ്ങളും ചെടികളും കത്തുമ്പോഴുണ്ടാകുന്ന പുക പോലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. എന്നാൽ പ്ലാസ്റ്റിക് പോലുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കൾ കത്തുമ്പോഴുണ്ടാകുന്ന പുകയിൽ വിഷമിശ്രിതങ്ങൾ നിറയുന്നു. കാലിഫോർണിയയിലെ 2018 തീപിടുത്തത്തിന് ശേഷം ഉയർന്ന ലെഡിൻ്റെ സാന്നിധ്യം ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ലോസ് ഏഞ്ചൽസിലെ ചാരത്തിൽ ലോഹങ്ങളുടെ ഉയർന്ന സാന്ദ്രതയുണ്ടെന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. ലെഡുമായി സമ്പർക്കത്തിൽ വരുന്നത് തലകറക്കം, തലവേദന പോലുള്ള ഹ്രസ്വകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഉയർന്ന തോതിലുള്ള സമ്പർക്കം പ്രത്യുൽപാദന, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് വരെ നയിച്ചേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലോഹങ്ങൾ മാത്രമല്ല, വീട്ടുപകരണങ്ങൾ, കൂളൻ ഫ്ലൂയിഡ്, പോളിസ്റ്റർ കട്ടനുകൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഒരു വീട്ടിലെ ഉപകരണങ്ങളും ഭാഗങ്ങളും എല്ലാം കത്തുമ്പോൾ ബെൻസീൻ, ഫോർമാൽഡിഹൈഡ്, പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ പോലുള്ള ആരോഗ്യത്തിന് ഹാനികരമായ സംയുക്തങ്ങളും വാതകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതെല്ലാം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. സാങ്കേതികമായും സാമ്പത്തികമായും ഏറെ മുന്നിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് പോലും കൈകാര്യം ചെയ്യാവുന്നതിനേക്കാൾ അതിഭീകരമായിരുന്നു കാട്ടുതീ. US ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം കൂടിയായിരുന്നു ഇത്. ഏകദേശം 50 ലക്ഷത്തിലധികം ആളുകളെ ദുരന്തം ബാധിച്ചു. കാട്ടുതീയിൽ പച്ചമരങ്ങൾ പോലും നിന്ന് കത്തി. US കാട്ടുതീ പുതിയ സംഭവമല്ലെങ്കിലും ഇപ്പോഴത്തെ ദുരന്തത്തിൻ്റെ വ്യാപ്തി അതിഭീകരമാണ്. ലോസ് ആഞ്ചൽസ് കാട്ടുതീ US സാമ്പത്തിക മേഖലയ്ക്ക് അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ വരുത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണം.